ഹായ് ആൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ പ്രോമിസസിനെ കുറിച്ചിട്ടാണ്. ജാവാസ്ക്രിപ്റ്റിൽ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷനാണ്. ആ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോമിസ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രോമിസ് ഒബ്ജക്ട്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന അസിൻക്രണസ് ഓപ്പറേഷൻസിൻ്റെ കംപ്ലീഷനും ഫെയിലിയറും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോമിസ് ഒബ്ജക്ട്സ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പം console.log പ്രോമിസ് എന്ന് ടൈപ്പ് ചെയ്തു. നമുക്കിവിടെ കണ്ടില്ലേ ഒരു പ്രോമിസ് ഫംഗ്ഷൻ കിട്ടി. അതിൻ്റെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ നോക്കിയപ്പോഴും ഫംഗ്ഷൻ ടൈപ്പ് ഓഫ് പ്രോമിസിൻ്റെ ഫംഗ്ഷനാണ് കിട്ടിയത്. ഇനി നമുക്ക് ഒരു പ്രോമിസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ന്യൂ കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോമിസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ പ്രോമിസ് ഈ ന്യൂ പ്രോമിസിനകത്ത് നമ്മൾ ഒരു കാൾബാക്ക് ഫംഗ്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അതിനകത്ത് ഒരു രണ്ട് പാരാമീറ്റേഴ്സ് ആണ്, റിസോൾവും റിജക്റ്റും. റിസോൾവ് ആൻഡ് റിജക്റ്റ്. അല്ലേ, നമുക്കിപ്പോൾ ഒരു പ്രോമിസ് കിട്ടി. ഒബ്ജക്റ്റ് ടൈപ്പ് ഓഫ് എക്സ് ഒബ്ജക്റ്റ് നമുക്ക് കണ്ടില്ല. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്രോമിസാണ്. കണ്ടില്ലേ? പ്രോമിസ് സ്റ്റേറ്റ് പെൻഡിങ്. ഇപ്പം നിലവിലിപ്പം പ്രോമിസ് സ്റ്റേറ്റ് എന്താണ്? പെൻഡിങ് ആണ്. പ്രോമിസ് റിസൾട്ട് അൺഡിഫൈൻഡ്. അപ്പോൾ ഒരു പ്രോമിസ് ഒബ്ജക്റ്റിന് 3 സ്റ്റേറ്റാണ് ഉള്ളത്. റിസോൾവ്, ഫസ്റ്റ് സ്റ്റേറ്റ് പെൻഡിങ്, അത് കഴിഞ്ഞ് പിന്നെ റിസോൾവും റിജക്റ്റും. അത് റിസോൾവ് ആവുന്നതെങ്കിൽ നമുക്കിവിടെ ഫുൾഫിൽഡ് എന്നുള്ള ഒരു ഇതായിരിക്കും പ്രോമിസ് സ്റ്റേറ്റ് ആയിട്ട് കാണുന്നത്. നമുക്കിപ്പോൾ ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പ്രോമിസിനെ ഇവിടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് പ്രോമിസ് സ്റ്റേറ്റ് ഫുൾഫിൽഡ് എന്ന് കിട്ടി. ഇപ്പം പകരം പ്രോമിസ് റിസൾട്ട് ഇപ്പം അൺഡിഫൈൻഡ് ആണ്. അത് നമ്മളിവിടെ എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ കിട്ടും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, റിസോൾവ് മാറ്റിയിട്ട് റിജക്റ്റ് ആക്കാം. ഇപ്പം ഞാൻ റിസൾട്ട് ആക്കി. ഇപ്പം എന്താണ് കണ്ടത്? അൺഗാർഡ് ഇൻ പ്രോമിസ് എന്നുള്ള ഇപ്പോൾ ഒരു എററാണ് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിസോൾവ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ റിജക്ഷൻ കറക്റ്റായി ഹാൻഡിൽ ചെയ്തില്ല. ആ ഒരു ഇതാണ് സംഭവിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം. അല്ലേ, നമ്മളിപ്പോൾ എക്സ് ഡോട്ട് ഡെൻ എന്ന് പറഞ്ഞ കീവേഡിനകത്ത് നമ്മളൊരു കാൾ ബാക്ക് കൊടുക്കുകയാണ്. അതിനകത്ത് നമ്മളിപ്പോൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന പ്രോമിസ് റിസോൾവ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഈ ഡോട്ട് ദെന്നിനകത്തുള്ള ഈ റിസൾട്ട് എക്സസ് ആവും. ഇപ്പം നിലവിൽ റിജക്റ്റ് ആണ് ആയിരിക്കുന്നത്. അപ്പം റിജക്റ്റ് ആണ് ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെയുള്ള ഡോട്ട് ക്യാച്ച് ഈ ഡോട്ട് ക്യാച്ച് ആയിരിക്കും ഇപ്പം വർക്കാവുന്നത്. കണ്ടില്ലേ? അപ്പം നമ്മളൊരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസ്, അപ്പം അതിൻ്റെ പ്രോമിസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ആ ഒബ്ജക്റ്റ് ഡോട്ട് ദെൻ ഡോട്ട് ക്യാച്ച്, പിന്നെ ഒരു കീവേഡും കൂടെ ഉണ്ട്, ഫൈനലി. അതും ആ ഫൈനലി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് നമ്മളൊരു കാൾ ബാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ഇട്ടെന്ന് കൊടുക്കാം. കണ്ടില്ലേ? നമ്മളിപ്പോൾ ഇറർ സംഭവിച്ചാലും നമ്മളിപ്പോൾ റിസോൾവ് ആയാലും റിജക്റ്റ് ആയാലും ഈ ഫൈനലി എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് കാളാവും, എപ്പോഴും കാളാവും. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് റിസോൾവ് ആണ് റിജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നേരെ ഡോട്ട് ദെന്നിലായിരിക്കും വരുന്നത്. അത് റിജക്റ്റ് ആവുന്ന സമയത്ത് ഡോട്ട് ക്യാച്ചിലായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് ഡോട്ട് ക്യാച്ചിലാണ്
വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിന് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു പ്രോമിസാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കണ്ടീഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ട്രൂ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ആ ഇത് റിസോൾവ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രോമിസ് ഇപ്പം റിസോൾവ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കൺസോൾ ലോഗിൽ പോയിട്ട് എക്സ് കോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പ്രോമിസ് ഇപ്പോൾ റിട്ടേൺ ചെയ്ത പ്രോമിസ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഫുൾഫിൽഡ്, ഇവിടെ റിസോൾവ് ആയിട്ടുണ്ട്. അൺഡിഫൈൻഡ്, കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡാറ്റ ഒരു എക്സ്റ്റേണൽ API വഴി നമ്മളിപ്പോൾ കുറച്ച് ഡാറ്റാസ് നമ്മളിങ്ങോട്ട് ആക്സസ് ചെയ്യുകയാണെന്ന് കരുതുക. അത് കുറച്ച് ടൈം എടുക്കും. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ പ്രോമിസസ് ഉപയോഗിക്കാം. ആ ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്ത് തീർന്നാൽ മാത്രം നമുക്ക് റിസോൾവ് ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു രീതിയിൽ. ഇതിപ്പോൾ ഞാനിപ്പം ട്രൂ മാറ്റി ഫെയിൽ കൊടുക്കുക. ഇപ്പം എന്താണ് സംഭവിച്ചു, റിജക്റ്റ് ആണ് ഇപ്പോൾ ആവുന്നത്. ഇപ്പോൾ റിജക്റ്റ് പ്രോമിസ് റെഫറൻസ് എറർ ഫെയിൽ, ഫാൾസിന് പകരം ഫെയിൽ എന്നാണ്, ഫാൾസ്. ഓക്കെ, അൺഗാർഡ് ഇൻ പ്രോമിസ്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിവിടെ കറക്റ്റ് പ്രോമിസ് ഇപ്പം റിജക്റ്റ് ആണ് റിട്ടേൺ ചെയ്തത്. നമ്മൾ ആ റിജക്ഷനെ കറക്റ്റായി ഹാൻഡിൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്. നമുക്ക് ദെൻ കീവേഡ് ഉപയോഗിച്ച് കണ്ടില്ലേ, ഇപ്പം റിജക്റ്റ് ആയി. ഇപ്പം നമുക്ക് റിജക്റ്റ് ആയ സമയത്ത് ഇപ്പോൾ ഈ ഡോട്ട് ക്യാച്ചിലാണ് വരുന്നത്. അതിപ്പം കൺസോൾ ലോഗ് എറർ. ഇപ്പം നമ്മളിവിടെ ഒരു ന്യൂ എറർ കണ്ടില്ലേ, നമ്മളൊരു എറർ ക്രിയേറ്റ് ചെയ്ത് പാസ് ചെയ്ത് വിടുകയാണ്. ആ എറർ നമുക്കിവിടെ കിട്ടി, ന്യൂ എറർ. ഇവിടെ ഞാൻ കുറച്ച് കാൾ ബാക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെച്ച് യൂസർ ഡാറ്റ, ഫെച്ച് ഓർഡർ ഡാറ്റ, ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ, ഫെച്ച് ഷിപ്പിംഗ് ഡാറ്റ. ഇതെല്ലാം തന്നെ അസിൻക്രണസ് കാൾ ബാക്ക് ഫങ്ഷൻസ് ആണ്. നമ്മളിതെല്ലാം ഇതിൻ്റെ അകത്ത് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ടൈം ഔട്ട്, ഇതിനെ അസിൻക്രണസ് ആക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിനെ കാൾ ചെയ്യുന്നു ഫെച്ച് യൂസർ ഡാറ്റ. ഞാനിപ്പോൾ ഈ ഫെച്ച് യൂസർ ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പം കാൾ ചെയ്യുകയാണ്. ഇതാണ് ഫെച്ച് യൂസർ ഡാറ്റ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പാരാമീറ്റർ ആയിട്ടിരിക്കുന്നത് എന്താണ്, ഒരു കാൾ ബാക്ക് എന്നാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫെച്ച് യൂസർ ഡാറ്റ കാൾ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു അനോണിമസ് ഫംഗ്ഷനാണിത്. ഇതിനെ ഞാൻ പാസ് ചെയ്ത് വിടുകയാണ്. ഈ ഒരു അനോണിമസ് ഫംഗ്ഷന് മൊത്തത്തിൽ ഞാൻ അതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് വിടുകയാണ്. അതിവിടെ ഈ കാൾ ബാക്കിൽ കിട്ടും. അതെന്ത് ചെയ്തു, സെറ്റ് ടൈം ഔട്ട് ഒരു സെക്കൻഡ് ഡിലേ വന്നതിന് ശേഷം അതിവിടെ കാളാവുന്നു. ഈ മൊത്തം ഫംഗ്ഷനും ഇപ്പം കാളായി. ഇത് കാളാവുന്ന സമയത്ത് കണ്ടില്ലേ, യൂസർ ഡാറ്റ കറക്റ്റ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഈ യൂസർ ഡാറ്റ ഫെച്ച്ഡ് അത് കാളാവുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാൾ ബാക്ക് ഫംഗ്ഷൻ മൊത്തത്തിൽ കാളാവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫെച്ച് ഓർഡർ ഡാറ്റ കാളാവുന്നു. ഫെച്ച് ഓർഡർ ഡാറ്റ അതിൻ്റെ അകത്തും പിന്നെയും ഞാനൊരു കാൾ ബാക്ക് ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ അനോണിമസ് ഫംഗ്ഷനാണ് പാസ് ചെയ്യുന്നത്. അതും നേരെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് 1.5 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതും കാളാവുന്നു. അത് കാളാവുമ്പോൾ ഈ ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ കാളാകുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടില്ലേ കാൾ ബാക്ക് ആയിട്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാൾ ബാക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് കാൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരു കാൾ ബാക്ക് ഹെല്ലാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഫങ്ഷൻസ് കാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ്
മെയിൻറ്റെയിൻ ചെയ്യാനും കറക്റ്റ് റീഡബിലിറ്റി ഒക്കെ കറക്റ്റായി കിട്ടത്തില്ല. ഇത് ഈ ഒരു കാൾ ബാക്ക് ഹെല്ലും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോമിസസ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പം കറക്റ്റ് എല്ലാം ഓർഡർ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ആദ്യം യൂസർ ഡാറ്റ, ഓർഡർ ഡാറ്റ, പ്രോഡക്റ്റ് ഡാറ്റ, ഷിപ്പിംഗ് ഡാറ്റ, ലാസ്റ്റ് ആൾ ഡാറ്റ ഫെച്ച്ഡ്. ഈ മെസ്സേജ് എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ റീഡബിലിറ്റി, ഈ ഒരു ഇഷ്യൂ, അതിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി, ഇതിപ്പോൾ 10-30 ഫങ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റീഡ് ചെയ്യാനും എറർ ഹാൻഡ്ലിംഗ് ഒക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രോമിസസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ ഫങ്ഷൻ എല്ലാം തന്നെ പ്രോമിസസ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഫെച്ച് യൂസർ ഡാറ്റ. നേരത്തെ നമ്മൾ ഫെച്ച് യൂസർ ഡാറ്റയിൽ സെറ്റ് ടൈം ഔട്ട്, അതിനകത്ത് കൺസോൾ ഔട്ട് ലോഗിൽ യൂസർ ഡാറ്റ ഫെച്ച്ഡ്, അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെച്ച് യൂസർ ഡാറ്റ ഒരു പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. കണ്ടില്ലേ, റിട്ടേൺ ന്യൂ പ്രോമിസ്. ഈ പ്രോമിസിനകത്താണ് നമ്മൾ ഈ സെറ്റ് ടൈം ഔട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കൺസോളിലോട്ട് ലോഗിന് പകരം ആ റിസോൾവിൽ ആ മെസ്സേജ് പാസ് ചെയ്ത് വിടുന്നു. ഫെച്ച് ഓർഡർ ഡാറ്റ റിട്ടേൺ, ഒരു പ്രോമിസ് റിട്ടേൺ ചെയ്യുന്നു. അതിനകത്താണ് നമ്മൾ ആ സെറ്റ് ടൈം ഔട്ട്, നമ്മുടെ ആ സിങ്കർണസ് ഫങ്ഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ അതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ കാൾ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം കാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലേ, ഫെച്ച് യൂസർ ഡാറ്റ ഫെച്ച്ഡ്, ഓർഡർ ഡാറ്റ, പ്രോഡക്റ്റ് ഡാറ്റ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോമിസ് ചെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ നേരത്തെ കാൾ ബാക്ക് ഹെല്ല് ഉപയോഗിച്ച് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അവിടെ നമുക്ക് റീഡബിലിറ്റിയും ഇറർ ഹാൻഡ്ലിങ്ങും ഒന്നും എല്ലാം പാടായിരുന്നു. എന്നാൽ ഇപ്പം അത് പ്രോമിസസ് വെച്ച് നമ്മളിപ്പം ചെയ്ത സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഫെച്ച് യൂസർ ഡാറ്റ ഡോട്ട് ദെന്നിനകത്ത് ഒരു കാൾ ബാക്ക് കൊടുക്കുന്നു. കണ്ടില്ലേ, ഒരു കാൾ ബാക്ക് കൊടുക്കുന്നു. യൂസർ ഡാറ്റ, ഈ റിട്ടേൺ ചെയ്യുന്ന ഈ ഡാറ്റ ആയിരിക്കും ഇപ്പം കിട്ടുന്നത്. അതിപ്പം റിസോൾവ് ആണെങ്കിൽ മാത്രമേ ദെന്നിൽ കിട്ടൂ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഡെന്നിൽ ഇപ്പോൾ നമ്മൾ യൂസർ ഡാറ്റ ഫെച്ച്ഡ്, കൺസോൾ ഔട്ട് ലോഗ് യൂസർ ഡാറ്റ ഫെച്ച്ഡ്, യൂസർ ഡാറ്റ ചെയ്തപ്പോൾ കണ്ടില്ലേ, യൂസർ ഡാറ്റ ഫെച്ച്ഡ്, അതിപ്പം കിട്ടി. ഇതിപ്പോൾ പ്രോമിസ് ചെയിനിങ് ആണെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡോട്ട് ദെൻ, ഒരു ഡോട്ട് ദെന്നിൽ നമുക്കിപ്പം ഫെച്ച് യൂസറിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്ത് യൂസർ ഡാറ്റ ഫെച്ച്ഡ് വിളിച്ച സമയത്ത് നമുക്ക് റിസോൾവ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഡോട്ട് ദെന്നിനകത്ത് നമുക്കിപ്പോൾ യൂസർ ഡാറ്റ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു റിട്ടേൺ കീവേഡ് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത ഫങ്ഷൻ ഫെച്ച് ഓർഡർ ഡാറ്റ ഇവിടെ റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ ഫെച്ച് ഓർഡർ ഡാറ്റ. ഇതിപ്പോൾ ഫെച്ച് ഓർഡർ ഡാറ്റ എന്താണ്, കാൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോമിസാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനെ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. ഫെച്ച് ഓർഡർ ഡാറ്റ, ഈ പ്രോമിസ് റിസോൾവ് ചെയ്ത ഈ ഒരു പ്രോമിസിന് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു. പകരം ഇവിടെ നമുക്ക് അത് കിട്ടും, ഇവിടെ ആക്സസബിൾ ആയിട്ട് കിട്ടും. ഡോട്ട് ദെൻ നമ്മളിവിടെ കണ്ടില്ലേ, ഫെച്ച് യൂസർ ഡാറ്റ കോൾ ചെയ്തിട്ടല്ലേ ഡോട്ട് ദെൻ. ഇതിപ്പോൾ ഫെച്ച് യൂസർ ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു പ്രോമിസ് അല്ലേ, പ്രോമിസ് ഒബ്ജക്റ്റ് അല്ലേ, എന്നിട്ടല്ലേ നമ്മൾ ഡോട്ട് ദെൻ ഇട്ടത്. അതുപോലെ തന്നെ ഇവിടെയും റിട്ടേൺ ഫെച്ച് ഓർഡർ ഡാറ്റ. ഇപ്പോൾ ഇതൊരു പ്രോമിസ് ഒബ്ജക്റ്റായി, അതിനെ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് ഈ ഡോട്ട് ദെന്നിൽ ആക്സസ് ചെയ്യുന്നു. ഫെച്ച് ഓർഡർ ഡാറ്റ കൺസോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ ഡാറ്റ ഫെച്ച്ഡ്. അടുത്തത് പ്രോഡക്റ്റ് ഡാറ്റ. ഈ പ്രോഡക്റ്റ് ഡാറ്റ ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ, അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കോൾ ചെയ്യുന്നു, എന്നിട്ട് അതിനെ റിട്ടേൺ ചെയ്യുന്നു. പകരം ഈ ഡോട്ട് ദെന്നിൽ കിട്ടുന്നു. കൺസോൾ ലോഗ് റിസൾട്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു ഡോട്ട് ദെൻ വെറുതെ ആൾ ഡാറ്റ ഫെച്ച്ഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഡോട്ട് ക്യാച്ച്, ഇത് നേരത്തെ പറഞ്ഞു ഡോട്ട് ക്യാച്ച്. എന്തെങ്കിലും റിസോൾവ് ആവാതെ എന്തെങ്കിലും റിജക്റ്റ് ആവുന്ന സമയത്ത് ഈ ഡോട്ട് ക്യാച്ച് വർക്കാവുന്നു. ലാസ്റ്റ് ഫൈനലി ഇത് റിസോൾവ് ആയാലും റിജക്റ്റ് ആയാലും മസ്റ്റായിട്ട് കാളാവുന്നു ഫൈനലി. ഇനി നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു കോഡ് വന്നിട്ട് നമുക്കൊന്ന് റിജക്റ്റ് ചെയ്ത് നോക്കാം. ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ ഇപ്പം റിജക്റ്റ്, ഞാനിവിടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഫെച്ച് യൂസർ ഡാറ്റ കോളായിട്ടുണ്ട്. അടുത്ത് ഫെച്ച് ഓർഡർ ഡാറ്റ അതും കാളായിട്ടുണ്ട്.
ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ. എന്നിട്ട് ഇവിടെ ഈ ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ വിളിക്കുന്ന സമയത്ത് എന്താണ്, ഇത് റിജക്റ്റ് ആയി. റിജക്റ്റ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റിജക്റ്റ് ആണ് ആയത്. അപ്പോൾ ഇത് നേരെ പോകുന്നത് ഡോട്ട് ക്യാച്ചിലായിരിക്കും. അതാണ് ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ്. ആൻ എറർ ഒക്കേഡ് പ്രോഡക്റ്റ് ഡാറ്റ ഫെച്ച്ഡ് എന്നിവിടെ മെസ്സേജ് വന്നത് അല്ലേ. ഇതിപ്പം നേരെ കറക്റ്റായ എറർ ഹാൻഡ്ലിങ് ഇവിടെ നടക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ കാൾ ബാക്ക് ഹെല്ലായിരുന്നെങ്കിലോ ഇപ്പോൾ ഇവിടെ ഒരു എറർ സംഭവിക്കും. ആ എറർ ഹാൻഡ്ലിങ് ഒന്നും കറക്റ്റായി നടക്കത്തില്ല. നമ്മളല്ലാതെ മാനുവലി തന്നെ എല്ലാ അസിൻക്രണസ് എല്ലാ ഫംഗ്ഷനിലും പോയിട്ട് നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് പ്രോമിസ് ഡോട്ട് ആൾ എന്ന് പറയുന്ന മെത്തേഡിനെ കുറിച്ചൊന്ന് നോക്കാം. പ്രോമിസ് ഡോട്ട് ആൾ ഈ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ കുറച്ച് അറേ ഓഫ് പ്രോമിസസ് ആണ് പാസ് ചെയ്ത് വിടുന്നത്. കണ്ടില്ലേ, ഇതിപ്പം പ്രോമിസ് ഡോട്ട് ആൾ ഫെച്ച് യൂസർ ഡാറ്റ ഇതൊരു പ്രോമിസ്, ഫെച്ച് ഓർഡർ ഡാറ്റ ഇതൊരു പ്രോമിസ്, ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ, ഫെച്ച് ഷിപ്പിംഗ് ഡാറ്റ, ഇങ്ങനെ കുറച്ച് അറേ ഓഫ് പ്രോമിസസ് നമ്മൾ ഈ പ്രോമിസ് ഡോട്ട് ആളിൽ പാസ് ചെയ്ത് വിടുകയാണ്. ഇതെല്ലാം റിസോൾവ് ആയെങ്കിൽ മാത്രം ഡോട്ട് ദെൻ വർക്കാവുന്നു. ഏതെങ്കിലും ഒന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ ഡോട്ട് ക്യാച്ച് ആയിരിക്കും വർക്കാവുന്നത്. പ്രോമിസ് ഡോട്ട് ആളിൽ എപ്പോഴും ഫുൾ എല്ലാ പ്രോമിസസും റിസോൾവ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പം നോക്കൂ, ഇപ്പം ഞാനിപ്പോൾ കോൾ ചെയ്ത സമയത്ത് ആൾ ഡാറ്റ ഫെച്ച്ഡ് ഡോട്ട് ദെൻ നമ്മളിവിടെയുള്ള എല്ലാ ഫംഗ്ഷനും ഇപ്പോൾ റിസോൾവ് ആണ് ചെയ്യുന്നത് അല്ലേ. പ്രോഡക്റ്റ് ഡാറ്റ, ഫെച്ച് ഓർഡർ ഡാറ്റ എല്ലാം റിസോൾവ് ആണ് ചെയ്തത്. ഇപ്പോൾ ആൾ ഡാറ്റ ഫെച്ച്ഡ് പകരം റിസൾട്ട്സ് എന്താണ്, കുറച്ച് അറേ ഓഫ് മെസ്സേജസ് നമ്മൾ ആ റിസോൾവിനകത്ത് പാസ് ചെയ്ത അറേ ഓഫ് ഡാറ്റാസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. കണ്ടില്ലേ, യൂസർ ഡാറ്റ ഫെച്ച്ഡ്, ഓർഡർ ഡാറ്റ, പ്രോഡക്റ്റ് ഡാറ്റ, ഷിപ്പിംഗ് ഡാറ്റ. ഇതാണ് പ്രോമിസ് ഡോട്ട് ആൾ. ഇനി നമുക്ക് പ്രോമിസ് ഡോട്ട് ആൾ സെറ്റിൽഡ് എന്താണെന്ന് നോക്കാം. പ്രോമിസ് ഡോട്ട് ആൾ സെറ്റിൽഡ് എന്ന് പറയുമ്പം ഏതെങ്കിലും റിജക്റ്റും ആവാം റിസോൾവും ആകാം. അത് പ്രോമിസ് ഡോട്ട് ആൾ സെറ്റിലിനെ ബാധിക്കുന്നില്ല. നമുക്ക് പ്രോമിസ് ഡോട്ട് ആൾ പോലെ തന്നെയാണ്, അറേ ഓഫ് പ്രോമിസസ് പാസ് ചെയ്ത് വിടുന്നു. കണ്ടില്ലേ, ഇനിയിപ്പം നമുക്ക് ഇവിടെ ഇപ്പം എല്ലാം റിസോൾവ് ആണ് ചെയ്യുന്നത്. പ്രോമിസ് ഡോട്ട് ആൾ സെറ്റിൽഡ് ഇതിൽ വരുന്ന സമയത്ത് എല്ലാ പ്രോമിസും ഒന്നീ റിസോൾവോ അല്ലെങ്കിൽ റിജക്റ്റോ ആവണം, കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് പ്രോമിസ് ഡോട്ട് ആൾ വരുമ്പോൾ എല്ലാം റിസോൾവ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡോട്ട് ക്യാഷിൽ പോകും. ഇവിടെ വരുന്ന ആൾ സെറ്റിൽഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടില്ലേ, പ്രോമിസ് ഡോട്ട് ആൾ സെറ്റിൽഡ് നമ്മൾ ഫെച്ച് യൂസർ ഡാറ്റ, ഫെച്ച് ഓർഡർ ഡാറ്റ, ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഫെച്ച് പ്രോഡക്റ്റ് ഡാറ്റ റിജക്റ്റ് ആണ് ചെയ്യുന്നത്. പകരം ആൾ സെറ്റിൽഡിലേക്ക് വരുന്ന സമയത്ത് റിസൾട്ട് കണ്ടില്ലേ, അറേ ഓഫ് പ്രോമിസസ് ആണ് കിട്ടുന്നത്. അതിൽ ഓരോന്നിനും സ്റ്റാറ്റസും അതിൻ്റെ വാല്യൂവും പാസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ പ്രോഡക്റ്റ് ഡാറ്റ റിജക്റ്റഡ് എന്ന് കിട്ടി. ഇനി പ്രോമിസ് ഡോട്ട് റേസ് എന്താണെന്ന് നോക്കാം. പ്രോമിസ് ഡോട്ട് റേസ് ഇതുപോലെ തന്നെയാണ്, നമ്മൾ ഒരു അറേ ഓഫ് പ്രോമിസസ് ആണ് പാസ് ചെയ്ത് വിടുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോമിസ് ഡോട്ട് റേസിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രോമിസ് ആയിരിക്കും, ആ ഒരു പ്രോമിസിൻ്റെ റിസൾട്ട് ആയിരിക്കും. അതിപ്പോൾ ഫസ്റ്റ് ആദ്യം റിസോൾവ് ആവുന്ന ഏതാണോ അതെങ്കിൽ ആ റിസോൾവും, ആദ്യം റിജക്റ്റ് ആവുന്നത് ഏതാണോ റിജക്റ്റ് ആവുന്നത് അതും. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയത് ആൻ എറർ ഒക്കേഡ് പ്രോഡക്റ്റ് ഡാറ്റ ഫെച്ച്ഡ്, ആൻ എറർ ഒക്കേഡ് എറർ പ്രോഡക്റ്റ് ഡാറ്റ ഫെച്ച്ഡ്, ഇതാണ് എനിക്കിപ്പം ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. ഈ റിജക്റ്റ് കണ്ടില്ലേ ഇവിടെ 120 മില്ലിസെക്കൻഡ്. അപ്പോൾ ഇവിടെ ഇത്രയും പ്രോമിസസ് ഫെച്ച് യൂസർ ഡാറ്റ, ഫെച്ച് ഓർഡർ ഡാറ്റ, പ്രോഡക്റ്റ് ഷിപ്പിംഗ് ഡാറ്റ ഇതെല്ലാം ഇവിടെ ചെയ്ത സമയത്ത് ഇതിൽ ഏറ്റവും
ആദ്യം പ്രോമിസ് കംപ്ലീറ്റ് ആയത് ഏതാണോ അത് ആയിരിക്കും പ്രോമിസ് ഡോട്ട് റേസിൽ കിട്ടുന്നത് ഔട്ട്പുട്ടായിട്ട്. ഫെച്ച് ഷിപ്പിംഗ് ഡാറ്റ. ഇതിപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഈ ഫെച്ച് ഷിപ്പിംഗ് ഡാറ്റയെ റിജക്റ്റ് ചെയ്തിട്ട് ഒരു 0 millisecond ഇട്ട് നോക്കി നോക്കാം. റിജക്റ്റ് 0. ഇപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയത് an error occurred ഷിപ്പിംഗ് ഡാറ്റ ഫെച്ച്ഡ്. അങ്ങനല്ലേ, ഈ ഫെച്ച് ഷിപ്പിംഗ് ഡാറ്റയാണ് കിട്ടിയത്. കാരണം ഇതിപ്പം 0 millisecond കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ ഈ ഫെച്ച് യൂസർ ഡാറ്റയും ഒരു സെക്കൻഡിൽ ഇപ്പം റിസോൾവ് ആവുന്നത് ഒന്നെങ്കിൽ റിസോൾവ് അല്ലെങ്കിൽ റിജക്റ്റ്, ഇതിൽ ഏതാണോ ആദ്യം കംപ്ലീറ്റ് ആവുന്നത് അതാണ് പ്രോമിസ് ഡോട്ട് റേസിൽ നമുക്ക് റിസൾട്ട് ഫസ്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനെയും കൂടി 0 ആക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ റിസോൾവും ഫെച്ച് യൂസർ ഡാറ്റയും ഇപ്പം 0 millisecond ആണ് റിസോൾവ് ആവുന്നത്. ഫെച്ച് ഷിപ്പിംഗ് ഡാറ്റ 0 millisecond റിജക്റ്റ് ആവുന്നത്. നമുക്കിപ്പം കണ്ടില്ല, നമുക്ക് ആദ്യത്തെ പ്രോമിസാണ് ഇപ്പം കിട്ടിയത്, ഫെച്ച് ഡാറ്റ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ പ്രോമിസ് ഡോട്ട് റേസും പ്രോമിസ് ഡോട്ട് ആൾ സെറ്റിൽഡ്, പ്രോമിസ് ഡോട്ട് ആൾ ഇതെല്ലാം തന്നെ ഒരു അറേ ഓഫ് പ്രോമിസസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അറേ ഓഫ് പ്രോമിസസും എല്ലാ പ്രോമിസസും തന്നെ പാരലലായിട്ടായിരിക്കും റൺ ആവുന്നത്. അപ്പോൾ പ്രോമിസസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാൾ ബാക്ക് ഹെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ചുകൂടി ഇറർ ഹാൻഡിൽ ചെയ്യാനും കുറച്ച് റീഡബിലിറ്റിയും എല്ലാം തന്നെ ഈ പ്രോമിസ് കൊണ്ട് നമുക്ക് കിട്ടും.